ഈ ആധ്യാത്മികത പ്രായമായവർക്ക് പറഞ്ഞ കാര്യമല്ലേ? വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുന്നതല്ലേ ആധ്യാത്മികത? ഭഗവത്ഗീതയും നാരായണീയവും പാരായണം ചെയ്യുന്നതല്ലേ, ഉരുവിടുന്നതല്ലേ ആധ്യാത്മികത? എല്ലാ ചോദ്യങ്ങളും പ്രസക്തമാണ്. ചോദ്യങ്ങൾ എപ്പോഴും ചോദ്യങ്ങളാണ്, ഉത്തരങ്ങൾ എപ്പോഴും ഉത്തരങ്ങളുമാണ്. എന്നാൽ ഇതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ആധ്യാത്മികത എന്താണ്? വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മൾ അറിയണം. ഭഗവത്ഗീതയും നാരായണീയവും നമ്മൾ പാരായണം ചെയ്യണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ എന്താണ്, ജീവിത സന്ദേശങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ആധ്യാത്മികതയുടെ പൂർണ്ണത. പ്രായമായവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ആധ്യാത്മികത. ഭക്തിയും ആധ്യാത്മികതയും സമരസപ്പെടുത്തിക്കൊണ്ട് പറയേണ്ട രണ്ട് ഭാവങ്ങളാണ്, രണ്ട് പ്രതിഭാസങ്ങളാണ്. ഈശ്വരനാമം ജപിച്ചുകൊണ്ട് അനായാസേന മരണം എന്ന് കാത്തുകിടക്കുന്ന പ്രായമായവർക്ക് മാത്രം പറഞ്ഞതല്ലല്ലോ ആധ്യാത്മികത. എവിടെയാണ് അത് ചെന്ന് എത്തി നിൽക്കുന്നത്? ഭക്തി തന്നെയാണ് അതിൻ്റെ പരമമായ മാർഗം. വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ അനിവാര്യമായ ഒരു വിഷയം കൂടിയാണിത്. കാരണം ധർമ്മ അധർമ്മങ്ങൾ നിലവിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്ന കലികാല യുഗത്തിൻ്റെ സാക്ഷികളാണ് നമ്മളെല്ലാവരും.